രാവിലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് നമ്മളെല്ലാവരും കണ്ടു. വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരുന്ന ഒരു കേന്ദ്ര ബഡ്ജറ്റ്. തീർച്ചയായിട്ടും. കാരണം ആദ്യമായി 2 BJP MP മാർ കേരളത്തിൽ നിന്ന് പോയി സഹമന്ത്രിമാരായി വർത്തിക്കുന്ന സമയമാണ്. അപ്പൊ എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ, അറ്റ്ലീസ്റ്റ് ആ വയനാടിനെങ്കിലും പരിഗണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും, അതായത് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു MBA ഒരു MBA പാർലമെന്റിലേക്ക് അയച്ച. അതെ, ശരിയാണ്. സുരേഷ് ഗോപി എന്നൊരു MBA പാർലമെന്റിലേക്ക് കേരളം അയച്ചു. തൃശ്ശൂരിനെങ്കിലും പരിഗണിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിന്റെ പ്രതീക്ഷകളെല്ലാം പാടെ തകർത്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വന്ന 2 പ്രതികരണങ്ങൾ വായിക്കാം. ഒന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രന്റേതാണ്. വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാൻ ഇത് കേരള ബഡ്ജറ്റ് അല്ല, കേന്ദ്ര ബഡ്ജറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രണ്ടാമത്തെ വാക്കുകൾ വരുന്നത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയുടേതാണ്. കേരളം പിന്നാക്കമാണ് എന്ന് പ്രഖ്യാപിക്കൂ, കൂടുതൽ സഹായങ്ങൾ നൽകാം. അതെന്താണ്, RSSന്റെ വീട്ടിലെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് തരാനാണോ നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്? പാർട്ടി ഫണ്ടൊന്നുമല്ല ചോദിച്ചത്. അല്ല, ഇവിടെ നമ്മൾ നികുതിപ്പണമായി കൊടുക്കുന്ന പൈസ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, സഹമന്ത്രി എന്ന നിലയ്ക്ക് ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തോടനുബന്ധിച്ച് ഒരു കുറെ പൈസ കേന്ദ്രം കൊടുക്കാനുണ്ട്. കേരളം പ്രതീക്ഷിച്ച പൈസയൊന്നും കേന്ദ്രം കൊടുത്തിട്ടില്ല. അതും കൂടിയാണ് കേരളം ഇപ്രാവശ്യം പ്രതീക്ഷിച്ചത്. ഈ ബഡ്ജറ്റെങ്കിലും ആ ഒരു പൈസയും കൂടെ കരുതി വെക്കുമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ പോയൊരു ബഡ്ജറ്റാണ് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു നികുതിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ബഡ്ജറ്റിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിന് കിട്ടിയ വിഹിതം അല്ലെങ്കിൽ കേരളത്തിന് കിട്ടിയത് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഓരോ സംസ്ഥാനം തിരിച്ചു തന്നെയാണല്ലോ നോക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന് പുരോഗതി വരണമെങ്കിൽ കേന്ദ്രം കൃത്യമായിട്ടുള്ള ഫണ്ട് വീതം കൊടുക്കണം, കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള. എങ്കിൽ മാത്രമേ കേരളത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനം പുരോഗമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട പൈസ വാങ്ങിക്കേണ്ടത് ഇവിടുന്ന് നമ്മൾ അയച്ചുവിടുന്ന MP മാരാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണെന്ന്. അത് യാഥാർത്ഥ്യമാണ്. ഈ ബഡ്ജറ്റിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇത് പക്ക രാഷ്ട്രീയമാണ്. പക്ഷെ ഇത് BJP കാണിക്കുന്ന മണ്ടൻ രാഷ്ട്രീയമാണ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ വളരെയധികം പാക്കേജുകളാണ് BJP കൊടുത്തു എന്നാണ് പല മാധ്യമങ്ങളും. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ, കേരളം ഇത്രയും വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച്. അങ്ങനെ ഒരു അവസ്ഥയിൽ കേരളത്തെ സഹായിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? തീർച്ചയായിട്ടും. ഇനി അതൊക്കെ പോട്ടെ, അതിലൊരു മോറൽ സൈഡ് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്തുകൊണ്ട് ഇവർ ചിന്തിച്ചില്ല എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരു BJP MP തിരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലേക്ക് എത്തുന്നത്, സുരേഷ് ഗോപി. അത് അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം വേണം അവർ കാണാൻ. അത് മാത്രമല്ല, സുരേഷ് ഗോപി MPയെ നമ്മൾ MP സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതെ, അത് നമുക്ക് വാഗ്ദാനങ്ങളുണ്ട്. ഞാനതിപ്പോ ഒരു റിപ്പോർട്ടിൽ വായിച്ചിട്ടാണ്. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം ഈ കേന്ദ്ര ബഡ്ജറ്റ് നോക്കിക്കണ്ടിരിക്കണം. അവിടെ MP ഉണ്ട് BJPക്ക് സ്വന്തമായിട്ട്. അതില് കൃത്യമായി ചിലതെങ്കിലും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി ഇതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമായിരുന്നു. പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, കൂടൽമാണിക്യം തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്ക് സഹായം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതും നടന്നില്ല. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ നവീകരണ പദ്ധതികൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് 100 കോടിയുടെ സഹായത്തിന് നിവേദനം നൽകിയിരുന്നു. അതും പരിഗണിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യ വന്യജീവി സംഘർഷം നമുക്കറിയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്ന ഒരു വിഷയമാണ്, കണ്ടതാണ്. പക്ഷെ അതിനും ഒരു തരത്തിലുള്ള സഹായമോ പാക്കേജോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ ആരും അതിനെ കുറിച്ച് പറഞ്ഞൊന്നും കേട്ടില്ല. ഗുരുവായൂർ തീർത്ഥാടക സ്റ്റേഷൻ പ്രഖ്യാപനം അല്ലെങ്കിൽ മുസൂരി പൈതൃക പദ്ധതിക്കുള്ള സഹായം, ഇത്രയൊക്കെ കുറെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇരിക്കുവായിരുന്നു തൃശ്ശൂരിലേക്ക്. റെയിൽവേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേ പറ്റി കേന്ദ്ര ബഡ്ജറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. റെയിൽവേയുടെ സ്റ്റോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് താന്ന് കിടപ്പുണ്ട്. എന്തോരം രൂപ ആളുകൾക്ക് നഷ്ടമാണ്. റെയിൽവേ പറ്റി ഒരു പരാമർശം പോലും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് റെയിൽവേ തന്നെയാണ്. കാരണം എല്ലാവരും ആശ്രയിക്കുന്നത് റെയിൽവേ ആണ്. പൊതുഗതാഗതം എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പൊ KSRTC ആണെങ്കിലും പ്രദേശങ്ങൾ തമ്മിലാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ റെയിൽവേ പദ്ധതി കൊണ്ടാണ്. എല്ലാവർക്കും ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ള കാശൊന്നുമില്ല. എല്ലാവരും അപ്പൊ എന്തിനെ ആശ്രയിക്കും? ട്രെയിനെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു പദ്ധതിയിൽ പോലും കേന്ദ്രം കൃത്യമായിട്ട് അവരൊരു വിഹിതം മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല,
അവര് ചോദ്യം ചെയ്യപ്പെടുകയാണ് അവിടെ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിന്റെ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എനിക്കിവിടെ ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്തിനാണ് കേരളത്തിന് ഇങ്ങനെ ഒരു MP എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രതികരണത്തിന് പോലും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. നമ്മൾ വളരെ ആവേശഭരിതനായി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കൈയൊക്കെ കടിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ ലോക്സഭയിലെ മറ്റേ സൺസദ് ടിവിയുടെ വിഷ്വലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇത് പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നു വെച്ച് കഴിഞ്ഞാല് ഇതിനു മുമ്പോട്ടൊരു പാർലമെന്റിലെ പ്രസംഗം നമ്മൾ കണ്ടതാണ് കനിമൊഴി. അതെ, സുരേഷ് ഗോപിയോട് ഞങ്ങളെ കേരളത്തെയും തമിഴ്നാടിനെയും എല്ലാം സാമ്പത്തികമായിട്ട് ചുരുക്കിയാണെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ കൈമലർത്തി കാണിച്ചു. അത് ഭയങ്കര വിവാദമായിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു MP ആണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് വേണം, കേരളത്തെ പറ്റി പറയുവാനൊരു സ്റ്റാൻഡ് വേണം. അപ്പൊ കേരളത്തോടാണ് അദ്ദേഹം നീതി പുലർത്തേണ്ടത്, അല്ലാതെ BJP എന്നൊരു സംഘടനയോട് മാത്രമല്ല. BJPക്കാർ മാത്രമല്ല സുരേഷ് ഗോപി കൂട്ട് ഇത് വിജയിപ്പിച്ചത്. ഇത് എനിക്ക് തോന്നുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും BJPയുടെ അക്കൗണ്ട് 0 എന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള BJPയുടെ പ്ലാൻ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം സുരേന്ദ്രൻ പറയുന്നു കഴിഞ്ഞ 11 വർഷങ്ങളിൽ ഏറ്റവും മികച്ച ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും മികച്ച ബഡ്ജറ്റിന് കേരളത്തിന് എന്ത് കൊടുത്തു? ഇവര് കേരളത്തില് എങ്ങനെയാണ് ഇത്രയും മികച്ച ബഡ്ജറ്റ് എന്ന് പറയാൻ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ ഇത് കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? തൊഴിലവസരങ്ങൾ കൂട്ടാനുള്ള എന്തെങ്കിലും ബഡ്ജറ്റ് ഉണ്ടോ? ഇല്ല, വളരെ കുറവാണ്. എല്ലാം വളരെ കുറച്ച്. അതായത് പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട് കേന്ദ്രത്തില്. കാരണം എല്ലാത്തിനും കുറേശ്ശെ പൈസയാണ് മാറ്റി വെച്ചേക്കുന്നത്. ബാക്കി എല്ലാം കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം പദ്ധതികളുള്ളൊരു ബഡ്ജറ്റ് ആയിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇനി എവിടൊക്കെ ഭരണം പിടിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു എഫേർട്ട് പോലും അല്ല, അത് ബീഹാറിൽ ഇട്ടിട്ടുണ്ടല്ലോ. ബീഹാറിലെ ആ ബഡ്ജറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബഡ്ജറ്റിൽ നമ്മളെ പരിഗണിക്കും എന്നുള്ളതായിരിക്കാം. പക്ഷെ എന്നാലും ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, സഹമന്ത്രി പറഞ്ഞ വാക്കുകൾ എനിക്കോട് വളരെ നീചമാണ്. അദ്ദേഹം എന്താ കോമൺ സെൻസ് ഇല്ലാതെ വർത്താനം പറയുന്ന പോലെയാണ് തോന്നുന്നത്. കേരളം പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. അതൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൻ്റെതായിട്ടുള്ള കുറേ സവിശേഷതകളുണ്ട്. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും ലോജിക്കലായിട്ട് ചിന്തിച്ച് ഉത്തരം പറയുന്ന ആളുകളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അങ്ങനെയുള്ള ആളുകളെ കേരളം പിന്നോക്ക സംസ്ഥാനമാണെങ്കിൽ മാത്രം ഞങ്ങൾ പരിഗണിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോട്ട് പോകണം, സാമൂഹികമായി പിന്നോട്ട് പോകണം. ഈ ജാതി വ്യവസ്ഥ നോക്കി കാണുന്നതാണ് മുന്നോക്ക സമുദായം, പിന്നോക്ക സമുദായം, അങ്ങനെ കാണുന്ന പോലാണ് സംസ്ഥാനങ്ങളെയും കാണുന്നത്. കേരളം ഒരു പിന്നോക്ക സംസ്ഥാനമായാൽ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ പറ്റൂ. പരിഗണനയല്ലല്ലോ ചോദിക്കുന്നത്, നമ്മളൊരു പരിഗണനയാണ് ചോദിക്കുന്നത്. പരിഗണനയാണ് തരാതെ. ഇനി എന്ത് ചെയ്യണമായിരുന്നു? 2 പേരുണ്ട് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 പേരുണ്ട്. അവര് അറ്റ്ലീസ്റ്റ് കേരളത്തെ ഒന്ന് ആശ്വസിപ്പിക്കണം. അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് ശരിയാക്കി തരാൻ, അത് സമാധാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഏറ്റവും വലിയ അഭ്യർത്ഥന എന്ന് പറയുന്നത് വയനാട് മുണ്ടക്കൈ ദുരന്തം. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ, കേരളം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ആയിരുന്നു. അടുത്ത ഇടയ്ക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം. നമ്മളെല്ലാം കണ്ടതാണ്. എത്ര മനുഷ്യരാണ്, എത്ര മനുഷ്യരുടെ ജീവിതമാണ് പോയത്. ജോർജ് കുര്യന്റെ ഒക്കെ ഷോ ഓഫും നമ്മൾ കണ്ടതാണ്. അതിലേക്ക് നമ്മൾ വാനോളം പുകഴ്ത്തിയതാണ്. പ്രധാനമന്ത്രി കുട്ടിയെ ഉപയോഗിക്കുന്നു, കുട്ടിയോട് ഇപ്പം കളിക്കുന്ന പ്രധാനമന്ത്രി. അത് മാത്രല്ല, പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ദുരന്ത മേഖലയിൽ വന്ന് സന്ദർശിക്കുന്നു. അതെല്ലാം നമുക്ക് അഭിമാനമാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വന്ന് കാണുന്നു. അദ്ദേഹം എന്തെങ്കിലും ബഡ്ജറ്റിൽ അദ്ദേഹം ഒരു തുക മാറ്റിവെക്കും. അതെല്ലാം നമ്മുടെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം ഒരു സമയത്തിന് ശേഷം തകർക്കുകയാണ് BJP ചെയ്യുന്നത്. കാരണം 1 രൂപ പോലും ഈ ഒരു ബഡ്ജറ്റിൽ ഈ മുണ്ടക്കൈ ദുരന്തത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തെ എത്രമാത്രമാണ് ഇവർ അകറ്റി നിർത്തുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തോരം മനുഷ്യരുടെ ജീവിതമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് 1.5 വർഷത്തിനുള്ളിൽ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി മുറിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വർഷങ്ങളോളം വീണ്ടും പൂട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇത്തിരിയെങ്കിലും ഓളം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും BJPക്ക് ഒരു MP ഉണ്ട് കേരളത്തിൽ നിന്ന്. 20 MPമാരിൽ ഒരാൾ BJPയുടെ MP ആണ്. മറ്റേ സുരേഷ് ഗോപി എവിടെ? മകനെ തിരികെ വരൂ എന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മലയാളികളും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഗഡികളെല്ലാം എത്തി എന്നുള്ളതാണ്. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചോളൂ, BJPക്ക് നാളെ ഇവിടെ പേരുറയ്ക്കാൻ കഴിയില്ല.